الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الأحباء، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فذكر إن نفعت الذكرى سيذكر من يخشى ويتجنبها الأشقى الذي يصلى النار الكبرى ثم لا يموت فيها ولا يحيا قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا والآخرة خير وأبقى إن هذا لفي الصحف الأولى صحف إبراهيم وموسى. صدق الله العظيم. പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുക. ആവർത്തനം പ്രകൃതിയുടെ ഒരു സ്വഭാവമായി അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചതാണ്. ദിനരാത്രങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, ഋതുഭേദങ്ങളും ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ നമ്മുടെ മുന്നിലുള്ള പ്രകൃതിയെയും ജീവിതത്തെയും ഒന്ന് വിശകലനം ചെയ്താൽ ആവർത്തനത്തിൻ്റെ ഒരു അനുസ്യൂത പ്രവാഹമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. പ്രകൃതിയെ സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചൊരു വ്യവസ്ഥയാണ്. എല്ലാ ദിവസവും സൂര്യൻ ഉദിക്കുന്നു, അതുപോലെ തന്നെ വേനലും മഞ്ഞും മഴയുമൊക്കെ മാറി മാറി വരുന്നുണ്ട്. നമ്മുടെ നിത്യജീവിതത്തിലെ ഓരോ സംഭവങ്ങളെടുത്ത് നോക്കിയാൽ അതിൽ നമുക്ക് ആവർത്തനം കാണാം. നമ്മുടെ ഭക്ഷണത്തിൽ ആവർത്തനമുണ്ട്, പെരുമാറ്റത്തിലും വസ്ത്രത്തിലും വാചകങ്ങളിലും ആവർത്തനമുണ്ട്. അത് മനുഷ്യപ്രകൃതിക്ക് മാത്രമല്ല, ഈ പ്രപഞ്ച പ്രകൃതിക്ക് മൊത്തം അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഒരു വ്യവസ്ഥയുടെ ഭാഗമാണ്. മനുഷ്യൻ്റെ സന്മാർഗത്തിൻ്റെ പാതയിലും ആവർത്തനം ഒരു വ്യവസ്ഥയായി, മാറ്റപ്പെടാത്ത നിയമമായി അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിരിക്കുന്നു. ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുക. നമ്മളതാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഖുതുബയിൽ തഖ്വ കൊണ്ടുള്ള വസിയത്ത് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു വെള്ളിയാഴ്ച 2 പ്രാവശ്യം ആവർത്തിക്കും. നമ്മൾ നമസ്കരിക്കുമ്പോൾ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്നാണ് പരമപ്രധാനമായ ആവശ്യം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആവശ്യപ്പെടുന്നത്. അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ദിനത്തിൽ 17 പ്രാവശ്യം അത് ആവർത്തിക്കാത്തവന് സത്യവിശ്വാസിയുടെ ലേബൽ അവകാശപ്പെടാൻ പറ്റില്ല എന്നുള്ളതാണ് നിയമം.
നിർബന്ധമായും ചെയ്യുന്ന അതിന് പുറമെ ഐച്ഛികമായി പല പ്രാവശ്യം നമ്മളിത് ആവർത്തിച്ചുകൊണ്ടിരിക്കും. ആവർത്തനം പലപ്പോഴും സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉപയോഗപ്രദമാണ്, പ്രയോജനപ്രദമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ആവർത്തനം വിരസമായി തോന്നുന്നത് സത്യത്തോടുള്ള ആഭിമുഖ്യം കുറയുമ്പോഴാണ്. സത്യവിശ്വാസിക്ക് ആവർത്തനം കൊണ്ട് ഈമാൻ വർദ്ധിക്കുകയും ബലം കൂടുകയുമാണ് ചെയ്യുക. ഖുർആനിൽ ഇങ്ങനെ ആവർത്തിച്ചാണ് സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ പറയുന്നത്. സാധാരണ ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് 1-2 പ്രാവശ്യം പറഞ്ഞാൽ മതി. സ്വർഗമുണ്ട്, ഇന്നൊക്കെയാണ്, നരകമുണ്ട്, ഇന്നൊക്കെയാണ്, ഇന്നൊക്കെ പ്രവർത്തിച്ചാൽ സ്വർഗത്തിൽ പോകും, ഇന്നൊക്കെ പ്രവർത്തിച്ചാൽ നരകത്തിൽ പോകും. ഒരു 2 പേജിൽ എഴുതി തീർക്കാവുന്ന സംഗതി 100 കണക്കിന് പേജുകളിൽ ആവർത്തിച്ച് പറയുന്നു. ആദം നബി മുതൽ ഇത് ഇങ്ങോട്ട് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. 950 കൊല്ലം നൂഹ് നബി അലൈഹിസ്സലാം ഇത് ആവർത്തിച്ച് പറഞ്ഞു. എന്നിട്ടും 40 ആളുകൾ മാക്സിമം കിട്ടിയുള്ളൂ. സത്യം ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനോട് ആഭിമുഖ്യമുള്ളവനെ സംബന്ധിച്ചിടത്തോളം ഈമാൻ വർദ്ധിക്കുകയും ദൃഢബോധ്യം ഉണ്ടാവുകയും ചെയ്യും. ഓടി വന്ന് പള്ളിയിൽ വെള്ളിയാഴ്ചയാണ് നിസ്കരിക്കാൻ എന്തായാലും നിർബന്ധമാണ്, ഞാൻ മുസ്ലിമാണെന്നുള്ളതുകൊണ്ട് കേട്ട് പോകുമ്പോൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ വിഷയം തന്നെയാണ് ഇയാൾ വീണ്ടും പറയണത്. വല്ലാണ്ട് ആവർത്തനം, എന്നാൽ പിന്നെ വേറെ പള്ളി നോക്കാം എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ടാവും. ആവർത്തനം വിരസമാവുന്നത് സത്യവിശ്വാസത്തിൻ്റെ ലാഞ്ചന ഹൃദയത്തിൽ ആഴത്തിൽ ഇറങ്ങാത്തത് കൊണ്ടാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഗ്രന്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. അനിവാര്യമായും പറഞ്ഞുകൊണ്ടേയിരിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധിച്ച് പറയുന്നു. വദക്കിർ ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ. നീ ഇങ്ങനെ ആവർത്തിച്ച് ഉത്ബോധിപ്പിച്ചു കൊണ്ടേയിരിക്കുക. ഗോ ഓൺ റിമൈൻഡിങ് them. ഇങ്ങനെ ആവർത്തിച്ച് ഉത്ബോധിപ്പിച്ചു കൊണ്ടേയിരിക്കുക. സന്മാർഗത്തിൻ്റെ പാതയിൽ മനുഷ്യനെ നയിക്കുന്നതിൻ്റെ ഒരു മെത്തഡോളജി, ഒരു രീതി, അത് ഉത്ബോധനമാണ്. ഈ ഉത്ബോധനം ആവർത്തിച്ചു കൊണ്ടേയിരിക്കണം എന്ന് എല്ലാ പ്രവാചകന്മാരോടും പ്രബോധന പ്രവർത്തകരോടും അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ചിരിക്കുന്നു. എന്നിട്ട് പറയാ വദക്കിർ ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ. ഈ ആവർത്തിച്ച് ഉത്ബോധനം നടത്തുന്നത് സത്യവിശ്വാസികൾക്ക് തീർച്ചയായും പ്രയോജനം ചെയ്യും. എന്താണ് ഉത്ബോധനം ആവർത്തിച്ച് നടത്തേണ്ടത് എന്നും കൂടി പറഞ്ഞു. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഈ ജിന്ന് സമൂഹത്തെയും മനുഷ്യ സമൂഹത്തെയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് എടുക്കാൻ വേണ്ടിയാണ്. ഇബാദത്തിൻ്റെ ചില വിശദാംശങ്ങൾ കഴിഞ്ഞ 1-2 ഖുതുബകളിൽ സൂചിപ്പിക്കുകയുണ്ടായി. ചിലതൊക്കെ വിശദീകരിക്കുകയും ചെയ്തു. എന്തൊക്കെയാണ്, ഏതെല്ലാം തരത്തിലാണ് ഇബാദത്ത് ജീവിതം മുച്ചൂടും ഇബാദത്തായി മാറ്റണം എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിക്കുന്ന. ഈ ഉപദേശം ഇങ്ങനെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ആവശ്യകതയെ ബോധ്യപ്പെടുത്തുന്ന നമുക്ക് ഏവർക്കും പരിചിതമായ സൂറത്തുൽ അഅലയിലെ ചില വാചകങ്ങളാണ് ഞാൻ ആദ്യങ്ങളെ കേൾപ്പിച്ചത്. ഫദക്കിർ ഇൻ നഫഅതി ദിക്റാ. നീ ഉത്ബോധിപ്പിക്കുക. ഉത്ബോധനം ഉപകരിക്കുമെങ്കിൽ കിട്ടുന്ന ഒരു അവസരവും പാഴാക്കാതെ ഉത്ബോധനം നടത്തിക്കൊണ്ടേയിരിക്കുക. ഉത്ബോധനം എപ്പോഴും പ്രയോജനം ചെയ്യില്ല, അത് അല്ലാഹ്ക്ക് തന്നെ അറിയാം. അതേസമയം എപ്പോഴും പ്രയോജനരഹിതമാവുകയുമില്ല. മനുഷ്യ മനസ്സ് ഒരു പ്രത്യേക തലത്തിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവന് തന്നെ, അതിൻ്റെ ഉടമയ്ക്ക് തന്നെ അത് പിടിയിട്ടില്ല. നിഗൂഢമാണ് മനസ്സ്. അടുത്ത നിമിഷം എന്ത് ചിന്തിക്കുമെന്ന് ഈ നിമിഷം ആർക്കും മനസ്സിലാവില്ല. അത് ചിന്തിക്കുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ. നമുക്ക് അവിടെ പോകാമെന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിലും ഓരോ അടിയും മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ മനുഷ്യ മനസ്സ് എന്തെല്ലാം ചിന്തിക്കുന്നു, ആലോചിക്കുന്നു എന്ന് അവൻ്റെ ആ മനസ്സിൻ്റെ ഉടമയായ അവന് തന്നെ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഏത് നിമിഷമാണ് മനുഷ്യൻ അടിസ്ഥാന യാഥാർത്ഥ്യത്തിലേക്ക്, അവൻ്റെ മനസ്സിൻ്റെ പ്രകൃതമായ സത്യവിശ്വാസത്തിലേക്ക് മടങ്ങിപ്പോകുക എന്ന് ആർക്കും പ്രവചിക്കാനാവില്ല. അതിനാൽ കിട്ടുന്ന സന്ദർഭങ്ങളെല്ലാം സത്യം ഉത്ബോധിപ്പിക്കാൻ വേണ്ടി പ്രയോജനപ്പെടുത്തണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും പ്രബോധന പ്രവർത്തകരോടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. സയദക്കറു മൻ യഖ്ഷ.
ഭയമുള്ളവൻ അത് യഥാർത്ഥത്തിൽ ഉത്ബോധനം ഉൾക്കൊള്ളുമെന്നാണ്. അപ്പോൾ ഉത്ബോധനം ഉൾക്കൊള്ളണമെങ്കിൽ എന്തു വേണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അള്ളാഹുവിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഭയം വേണം. ഖുശൂ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഇരുട്ടിനെ പേടിക്കുന്നത് പോലെ, പോലീസിനെ പേടിക്കുന്നത് പോലെ, പട്ടിയെ പേടിക്കുന്ന പോലെ ഒരു പേടിയല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ലംഘിച്ചാൽ അവനെന്തെങ്കിലും കടുത്ത പരീക്ഷണം വെക്കുമോ, ശിക്ഷ ഏർപ്പെടുത്തുമോ എന്ന ഒരു ഭയം. അള്ളാഹുവിനോട് അടുത്തു നിന്നാൽ അവൻ്റെ സഹായം കിട്ടുമെന്ന മഹത്തായ പ്രതീക്ഷ. ഈ പ്രതീക്ഷയ്ക്കും ഭയത്തിനുമിടയുള്ള ഒരു പ്രത്യേകമായ മനോവികാരം, ഹൃദയവികാരമാണ് യഥാർത്ഥത്തിൽ തഖ്വ എന്നുള്ളത്. ആ തഖ്വയുമായി ബന്ധപ്പെട്ടതാണ് ഖുശൂ. ഖുശൂഉം ഖുളൂഉം തഖ്വയുമൊക്കെ പരസ്പര പൂരകങ്ങളാണ്. വിനയാന്വിതനായിരിക്കുക, ഭയഭക്തിയുള്ളവനായിരിക്കുക, സൂക്ഷ്മത ഉള്ളവനായിരിക്കുക. അങ്ങനെ ഉള്ള ഒരു മനസ്സിനെ യഥാർത്ഥത്തിൽ ഉത്ബോധനം പ്രയോജനം ചെയ്യുള്ളൂ. സയദക്കറു മൻ യഖ്ഷാ. അപ്പോൾ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉത്ബോധനം എവിടെന്നെങ്കിലും കേട്ടാൽ അത് പ്രയോജനപ്പെടണമെങ്കിൽ അള്ളാഹുവെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഉൾഭയം മനുഷ്യ മനസ്സിൽ ആവശ്യമാണ് എന്ന് അല്ലാഹു തആല പറയും. യതജന്നബുഹൽ അഷ്ഖൽ അദി യസ്ലൻ നാറൽ കുബ്ര. ആ ഉത്ബോധനത്തിൽ നിന്ന് ഓടി ഒളിക്കുന്നു. എങ്ങനെയെങ്കിലും 2 റക്അത്ത് നിസ്കരിച്ച് തീർത്താൽ ജുമ കിട്ടി എന്ന് വിചാരിച്ചിട്ട് അവസാനം വന്നിട്ട് 2 റക്അത്ത് കുനിഞ്ഞു വീണ് ഓടിയാൽ ഈ ഖുശൂഉം ഖുളൂഉം ഒന്നും ഉണ്ടാവില്ല എന്നുള്ളത്. വെള്ളിയാഴ്ച പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് വസിയത്ത് ചെയ്യുന്നത് കേൾക്കുക എന്നുള്ളത്. അത് ഇമാം മിമ്പറിൽ കയറി കഴിഞ്ഞാൽ പിന്നെ മലക്കുകൾ ഗ്രന്ഥം പൂട്ടും. പിന്നെ വരുന്നവനൊന്നും രേഖയിലുണ്ടാവില്ല എന്നുള്ളതാണ്. ആവർത്തിച്ച് പറഞ്ഞാലും നിരനിരയായി മനുഷ്യന്മാർ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് എന്നും എപ്പോഴും എല്ലാ പള്ളികളിലും കാണാൻ സാധിക്കും. അപ്പോൾ ഇതിന് സത്യവിശ്വാസികൾ എന്നുള്ള നിലയിൽ നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യം അത്രയേ ഉള്ളൂ എന്നുള്ളതാണ്. ചില പ്രദേശത്തെ പള്ളികളിൽ സാധാരണ നില ജുമഅല്ല, സാധാരണ നിലയിലുള്ള ജമാഅത്ത് കഴിഞ്ഞാൽ പള്ളിയിലൊരു മനുഷ്യനുണ്ടാവില്ല. കാരണം ജമാഅത്തിന് ശേഷം അവിടെ ആരും നമസ്കരിക്കാൻ വരലുണ്ടാവില്ല. എല്ലാവരും കഴിവിൻ്റെ പരമാവധി ജമാഅത്തിൽ തൻ്റെ ബന്ധം എടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം ആരും ഉണ്ടാവില്ല. ഒരുപാട് കച്ചവടക്കാരൊക്കെ ഉള്ള സ്ഥലങ്ങൾ പലപ്പോഴും പല പള്ളികളും ശ്രദ്ധിച്ചിട്ടുണ്ട്. ചില പള്ളികളിൽ ഇങ്ങനെ ളുഹർ മുതൽ അസർ വരെ ആളുകൾ ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ടേയിരിക്കും. അസർ മുതൽ മഗ്രിബ് വരെ, മഗ്രിബിന് ബാങ്ക് വെക്കുമ്പോഴും അസർ നിസ്കരിക്കുന്ന കൈകെട്ടിക്കൊണ്ടിരിക്കുന്ന ആൾ. വെള്ളിയാഴ്ച പള്ളിയിൽ വന്ന് മദ്യത്ത് കയറി എന്നിട്ട് സുബഹിയുടെ കുനൂത്ത് കൈ പിടിച്ചോതുന്ന ആളുകൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഇപ്പോഴും കാണാവുന്ന ഒരു കാഴ്ചയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പറഞ്ഞ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന പ്രാധാന്യം നമ്മുടെ പ്രവർത്തനത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. നമ്മുടെ ചിന്തയും ശ്രദ്ധയും ഒക്കെ വേറെ പല തലത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള. ഈ ഖുശൂഉം ഖുളൂഉം ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഇത് പ്രയോജനം ചെയ്യൂ. അല്ലാത്തവന് അതിൽ നിന്ന് ഓടിയകലും. അവൻ അങ്ങേയറ്റത്തെ നിർഭാഗ്യവാനാണ്. അവൻ്റെ ഓട്ടം യസ്ലൻ നാറൽ കുബ്ര, മഹാനരകത്തിലാണ് എത്തിച്ചേരുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അവിടെ സുമ്മ ലാ യമൂതു ഫിഹാ വലാ യഹ്യ, അവിടെ ജീവിക്കുകയില്ല മരിക്കുകയുമില്ല എന്നുള്ളത്. ഖദ് അഫ്ലഹ മൻ തസക്ക വദക്കറ സ്മ റബ്ബിഹി ഫസല്ല. നിരന്തരമായി അള്ളാഹുവിനെ സ്മരിക്കുകയും കൃത്യമായി നമസ്കാരം നിലനിർത്തുകയും ചെയ്തുകൊണ്ട് മനുഷ്യ മനസ്സിൻ്റെ ദൗർബോധനങ്ങളെ അതിജയിച്ച് മനസ്സിനെ സംസ്കരിക്കുന്ന ആളുകളാണ് വിജയിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അപ്പോൾ സംസ്കരണത്തിനുള്ള ഉപാധികൾ അല്ലാഹു തആല പറഞ്ഞു, മാർഗം അല്ലാഹു തആല പറഞ്ഞു തന്നിട്ടുണ്ട്. നിരന്തരമായി അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കുക, കൃത്യമായി നമസ്കാരം നിലനിർത്തുക. അപ്പോഴേ മനുഷ്യ മനസ്സിൻ്റെ ദൗർബോധനങ്ങളെ അതിജയിക്കാൻ പറ്റും. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നമസ്കാരം അത് മ്ലേച്ഛവും ചീത്തയുമായ പ്രവൃത്തികളെ തടഞ്ഞു കളയും. ദുർബോധനങ്ങൾ മനസ്സിലുണ്ടാവും. അത് പ്രവർത്തിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ച വ്യവസ്ഥ അനുസരിച്ച് സമ്മതിക്കാതെ കുറേ മലക്കുകളുണ്ടാവും. ഇവൻ നിസ്കരിക്കുകയാണെങ്കിൽ ദുർബോധനം വരുമ്പോൾ തന്നെ തടയും. ദൗർബോധനങ്ങളുണ്ടാവും. ആ ദൗർബോധനങ്ങളെ തടയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തും. ആ തടയാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹുവിനെ നിരന്തരമായി സ്മരിക്കുക, നമസ്കാരം കൃത്യമായി നിലനിർത്തുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുന്ന ആളുകൾ യഥാർത്ഥത്തിൽ രക്ഷപ്പെടുന്നു, വിജയിക്കുന്നു എന്നുള്ളതാണ്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കണമെന്ന്
കേൾക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന നമ്മൾ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ, നോമ്പിൻ്റെ കാര്യത്തിൽ, അതുപോലെ ഇബാദത്തുകൾ എന്ന് നമ്മൾ പേര് വിട്ട് വിളിക്കുന്ന കുറേ ആരാധനയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കും. പക്ഷേ ജീവിതത്തിൻ്റെ മറ്റൊരുപാട് സംഗതികളുണ്ട്. വ്യവഹാരങ്ങൾ, ഇടപാടുകൾ, ബന്ധങ്ങൾ, ചടങ്ങുകൾ, ആചാരങ്ങൾ, ഇതിലൊക്കെ പലപ്പോഴും നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശങ്ങൾക്ക് അപ്പുറത്താണ്, വേറെ ഏതൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് എന്നതിന് സമകാലിക ലോകത്ത് ഒരുപാട് സംഭവവികാസങ്ങൾ നമുക്ക് നിത്യേന തെളിവുകൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ഒരു സംഭവം പറയാം. ഒരാൾ അത്യാവശ്യം ജീവിക്കാൻ തന്നെ വകയില്ലാത്തൊരു മനുഷ്യൻ മകളുടെ കല്യാണം നിശ്ചയിച്ചു. മധ്യവയസ്കനായ മനുഷ്യൻ ഒരുപാട് ആളുകളെ വിളിച്ചു സൽക്കരിക്കാൻ. അപ്പോൾ വെപ്പുകാരനെ വിളിച്ചു കാര്യങ്ങളൊക്കെ തിരക്കിയപ്പോൾ ഇത്ര കാശാവും, പൈസ ഇല്ല. കുടുംബത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യം കൊണ്ട് ആളുകളോട് കടം വാങ്ങാനും ഇഷ്ടമില്ല. ലോൺ എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ബാങ്കുകളിൽ നിന്ന് ബാങ്കുകളിലേക്ക് നെട്ടോട്ടം ഓടുന്നതിനിടയിൽ വേറൊരു സുഹൃത്ത് ചോദിച്ചല്ല, ഈ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തൊക്കെ കല്യാണ സദ്യ നടത്തണോ, എന്തിനാണ് അത് ചെയ്യണത് എന്ന്. അദ്ദേഹത്തിൻ്റെ മറുപടി പെട്ടെന്നായിരുന്നു, ഇപ്പം കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് കരുതി നമുക്ക് സമൂഹത്തിലൊരു വിലയും നിലയൊക്കെ അത് നമ്മൾ കീപ്പ് ചെയ്യേണ്ട ആവശ്യം, അത് കീപ്പ് ചെയ്യണ്ടേ. ഏത് നിലക്ക് ജീവിച്ചൊരു കുടുംബമായിരുന്നു നമ്മൾ. ആനമെലിഞ്ഞാ തൊഴുത്തി കിട്ടും. ഇങ്ങനെ നിരന്തരമായി 5-6 വാചകങ്ങൾ. ചോദ്യകർത്താവ് മൗനം അവലംബിച്ചു എന്നുള്ളതാണ്. ഇത് നമ്മുടെ ഇടയിലുള്ള സാധാരണ നടക്കുന്ന സംഭവങ്ങളാണ്. പൈസയും കാശുമൊക്കെ ഉള്ള ആളുകൾ അവരുടെ വിവാഹ ചടങ്ങുകളും ഏർപ്പാടുകളുമൊക്കെ ഗംഭീരമായി ആഘോഷിക്കും. അതിഗംഭീരമായി ആർഭാടത്തിൻ്റെ അലങ്കാരങ്ങളുടെ ഉച്ചസ്ഥായിയിൽ ഒരുപാട് ആളുകളെയൊക്കെ ക്ഷണിച്ച് പന്തലിനോ വീട്ടിൻ്റെയോ ഹാളിൻ്റെയോ മുന്നിൽ വലിയ വലിയ കാറുകളൊക്കെ നിർത്തി വരുന്ന വലിയ സംഭവങ്ങളാക്കി മാറ്റും. യഥാർത്ഥത്തിൽ പരിപാവനമായ ഒരു ആരാധന വളരെ ലളിതമായി ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്യുകയും ചെയ്തു കാണിച്ച സംഭവം. പക്ഷേ നമ്മളത് ആർഭാടത്തിൻ്റെ ഒരു മഹാ ആഘോഷമായി മാറ്റിക്കഴിഞ്ഞിരിക്കുന്നുള്ള സമൂഹത്തിൽ ഇത്തരം ആളുകൾ വലിയ സാമൂഹ്യ ദ്രോഹമാണ് ചെയ്യുന്നത്. സാമൂഹികമായ ഒരു വലിയ തിന്മയാണ് യഥാർത്ഥത്തിൽ. സ്ത്രീധനം യഥാർത്ഥത്തിൽ നിയമം മൂലം നിരോധിച്ചു കഴിഞ്ഞ ഒരു രാജ്യമാണ് നമ്മുടേത്. പക്ഷേ എങ്കിലും വസ്തുക്കളുടെയും വകകളുടെയും കാറിൻ്റെയും ഫ്രിഡ്ജിൻ്റെയും ഒക്കെ പേരിൽ അതിൻ്റെ മറ്റു ചിലതൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്, നിഷേധിക്കാനാവാത്ത ഒരു യാഥാർത്ഥ്യം. അതുപോലെ തന്നെ ഒരുപാട് സാധാരണ നല്ല ബോധമുള്ളവർ, കൃത്യമായി നമസ്കരിക്കുന്നവർ, അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ആളുകൾ, അത്തരം ആളുകളും ഇതിലൊക്കെ ചെന്ന് പെട്ടുപോകാറുണ്ട്. ചിലരോടെല്ലാം ചോദിക്കുമ്പോൾ വീട്ടുകാർ സമ്മതിക്കുന്നില്ല, കുടുംബക്കാർ അനുവദിക്കുന്നില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത് എന്നുള്ള. അപ്പോൾ വീട്ടുകാരുടെ, കുടുംബക്കാരുടെ, നാട്ടുകാരുടെ ആ ലോൺ എടുക്കാൻ പോയ ആളുകൾ പറഞ്ഞതുപോലെ സമൂഹത്തിൽ നമ്മുടെ നിലയും വിലയും കാക്കണ്ടേ, എങ്ങനെയായിരുന്നു? അപ്പോൾ സമൂഹത്തിനാണ് യഥാർത്ഥത്തിൽ അവിടെ പ്രാധാന്യം. അള്ളാഹുവിന് വേണ്ടിയുള്ള ഒരു ഇബാദത്തിന് പകരം സമൂഹത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. സമൂഹത്തിൻ്റെ ഒരു കയ്യടി കിട്ടാൻ വേണ്ടി, ലോകമാന്യതയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി സമ്പത്ത് ചെലവഴിക്കുന്നതിനെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച പറയുകയുണ്ടായി. വല്ലദീന യുൻഫിഖൂന അംവാലഹും റിയാഅൻ നാസി വലാ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വലാ ബിൽ യൗമിൽ ആഖിർ. ജനങ്ങളെ കാണിക്കാൻ വേണ്ടി, ലോകമാന്യതയ്ക്ക് വേണ്ടി സ്വന്തം സമ്പത്ത് ചെലവഴിക്കുകയും അള്ളാഹുവിലും അവൻ്റെ പരലോകത്തിലും അവൻ നിശ്ചയിച്ച പരലോക വിചാരണയിലും കാര്യമായി വിശ്വസിക്കാതെ കണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വമൻ യകുനി ശൈത്വാനു ലഹു ഫസാഅ ഖരീന, ലഹു ഖരീന ഫസാഅ ഖരീന. പിശാചിൻ്റെ ഒരു കൂട്ടുകാരനാണ്, വളരെ മോശമായ ഒരു കൂട്ടുകാരനാണ്. മുമ്പ് പറഞ്ഞ ഒരു ആയത്തുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് പറയുന്നത്. ഏതെങ്കിലും തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹത്തെ മറച്ചു വെച്ചുകൊണ്ട് അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വിനിയോഗിക്കാത്ത നിലയിൽ പ്രവർത്തിക്കുന്ന, പിശുക്ക് കാണിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വയക്തുമൂന മാ ആതാഹുമുല്ലാഹു മിൻ ഫളിഹി വഅതദ്നാ ലിൽ കാഫിരീന അദാബൻ മുഹീന. അതായത് ഇത്തരം നന്ദി കെട്ട ആളുകൾക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. അപ്പോൾ തൊട്ടടുത്ത ആയത്തിലും പറയുന്നത്, അതായത് അള്ളാഹുവിൻ്റെ ധനം അവൻ പറഞ്ഞതനുസരിച്ച് ചെലവഴിക്കാതെ ലോകമാന്യതയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്ന
മനോഭാവമുള്ള ആളുകൾ നന്ദി കെട്ടവരാണ്, പിശാചിനെ കൂട്ടാളികളാക്കിയവരാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ് ഇത്. യഥാർത്ഥത്തിൽ പരലോകത്തിൻ്റെ ഒരു വിഷയം മാത്രമല്ല, ദുന്യാവിലും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്. എന്തെങ്കിലുമൊക്കെ സൗകര്യങ്ങൾ ലഭിച്ച ആളുകൾ വളരെ ആർഭാടാഘോഷങ്ങളോടുകൂടി വിവാഹം നടത്തുമ്പോൾ ഇതിനൊന്നും സാധിക്കാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. മക്കളെ വിവാഹം കഴിച്ചു കൊടുക്കാനാവാതെ പ്രായപൂർത്തിയായതിനു ശേഷവും ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരുപാട് പിതാക്കന്മാരും മാതാക്കന്മാരുണ്ട്. അവരുടെ മുന്നിലാണ് യഥാർത്ഥത്തിൽ ഇത്തരം സംഗതികൾ ചെയ്യുന്നത്. വലിയ ഒരു സാമൂഹ്യദ്രോഹവും സാമൂഹ്യ തിന്മ. ഈ തിന്മയ്ക്കെതിരെ യഥാർത്ഥത്തിൽ സമൂഹം പല സ്ഥലത്തു നിന്നും പ്രചണ്ഡമായ ഉത്ബോധനങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആർഭാടാലങ്കാരങ്ങൾക്കെതിരെ ഒരുപാട് ഉത്ബോധനങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ഉത്ബോധനങ്ങൾ നടത്തുന്നവൻ അത് നടത്തിക്കൊണ്ടിരിക്കുന്നു, ചെയ്യാൻ വിചാരിച്ചവൻ യാതൊരു തടസ്സവുമില്ലാതെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വിലയിരുത്തുമ്പോൾ മനസ്സിലാകുന്ന ഒരു സംഗതി. അതുകൊണ്ട് ഉത്ബോധനം അവസാനിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. നീ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക. നമ്മുടെ സമൂഹത്തിൽ ഓർമ്മപ്പെടുത്തൽ കൊണ്ട് പ്രയോജനം ചെയ്യുന്നുള്ളതിന് ഒരുപാട് തെളിവുകളുണ്ട്. മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലെപ്പോലെ പച്ചയായ സ്ത്രീധനത്തിന് വിലപേശുന്ന സമ്പ്രദായങ്ങൾ പലയിടത്തുനിന്നും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു സത്യമാണ്. നിരന്തരമായി അത് പറയാൻ കുറേ ആളുകളുണ്ടാകുമ്പോൾ മാറുമെന്നുള്ളതാണ്. സ്ത്രീധന വിവാഹങ്ങളിൽ, ആർഭാട വിവാഹങ്ങളിൽ പങ്കെടുക്കില്ല എന്ന് തീരുമാനിക്കുകയും എന്നിട്ടതിൽ പങ്കെടുക്കാതിരിക്കുകയും ചെയ്യുന്ന കുറേ മനുഷ്യന്മാരെങ്കിലും നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. അവരതിനു വേണ്ടിയുള്ള ബോധനങ്ങൾ നടത്തുന്നുണ്ട്. അത്തരം ആൾക്കാരുടെ കൂടെ ചേർന്ന് ഈ ആശയത്തെ വിജയിപ്പിച്ചെടുക്കാൻ സമൂഹത്തിന് സാധിച്ചില്ലെങ്കിൽ യഥാർത്ഥത്തിൽ സമൂഹം പാപത്തിലും അക്രമത്തിലുമാണ് നീങ്ങുന്നത് എന്ന് ഗൗരവപൂർവ്വം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ സാമൂഹ്യ തിന്മയ്ക്കെതിരെ അതിശക്തമായി പ്രതികരിക്കേണ്ടത് സത്യവിശ്വാസികളുടെ ബാധ്യതയാണ്. സത്യവിശ്വാസികളുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ച സംഗതികളിൽപ്പെട്ടതൊന്നാണ്. സമൂഹം ഒരുപാട് തരത്തിൽ, പല കോലത്തിൽ, പല സന്ദർഭങ്ങളിൽ പല അത്യാചാരങ്ങൾ ഉണ്ടാക്കുന്നുള്ള. നമ്മുടെ മുന്നിലും ഒരുപാട് അത്യാചാരങ്ങളുണ്ടായിരുന്നു. മാർഗകല്യാണം എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്തൊക്കെയോ ഇവിടെ ഖുതുബയിലൂടെ പറയാൻ കഴിയാത്ത അത്രയധികം ആചാരങ്ങളും അത്യാചാരങ്ങളും ഇസ്ലാമിൻ്റെ പേരിൽ മുസ്ലിം സമൂഹത്തിൽ നടന്നിരുന്നു എന്നുള്ളത് സത്യമാണ്. അതെല്ലാം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് ആചാരങ്ങളുടെ കാര്യത്തിൽ ആണെങ്കിൽ, അനുഷ്ഠാനങ്ങളുടെ അല്ലെങ്കിൽ ഇബാദത്തുകളുമായി ബന്ധപ്പെട്ട് വേറെ ഒരുപാട് അത്യാചാരങ്ങൾ നടക്കുന്നു. ഖബറാരാധനയും ഖബർ പൂജയും അതുപോലുള്ള ഇടപാടുകളും. ഇതിനൊക്കെ എതിരെ നിരന്തരമായി മനുഷ്യന്മാർ ശ്രദ്ധിക്കുമ്പോൾ തീർച്ചയായും സമൂഹത്തിൽ മാറ്റം ഉണ്ടാവുമെന്നുള്ളൊരു സംശയമില്ല. നമ്മളെ സമൂഹം അങ്ങനെ ഒരുപാട് മാറിയിട്ടുണ്ട്. മാറിയേ പറ്റൂ എന്നുള്ളതാണ്. മാറിയില്ലെങ്കിൽ ആ സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിക്കളയും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ എല്ലാ പ്രാവശ്യവും, എല്ലാ വർഷവും ആർഭാടാലങ്കാരങ്ങൾക്കെതിരെ, സ്ത്രീധന വിവാഹത്തിനെതിരെയൊക്കെ ഇങ്ങനെ ക്യാമ്പയിൻ നടത്തുമ്പോൾ പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്, ഇതെന്താ, അതിൽ വേണ്ടപ്പെട്ട ആളുകൾ തന്നെ അതിലൊക്കെ ബന്ധപ്പെടുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് നിർത്തിവെക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. നിരന്തരമായി തുടർന്നുകൊണ്ടിരിക്കുന്നു. വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ടത്, പണ്ഡിതന്മാരും ഇമാമമാരും നേതാക്കന്മാരും ഒക്കെ ഇത്തരം സദസ്സുകളിൽ ചെന്ന് ഖുതുബ പറഞ്ഞു കൊടുക്കുകയും അവർക്ക് സഹായം ചെയ്തു കൊടുക്കുകയും അവിടെ ചെന്ന് അവരെ അനുമോദിക്കുകയൊക്കെ ചെയ്യുന്നത് പ്രോത്സാഹനജനകമാണ്. അതുകൊണ്ട് അവരുടെ മസ്തിഷ്കത്തിലാണ് ആദ്യം എത്തിപ്പെടേണ്ടത്. നേതാക്കന്മാരുടെയും പണ്ഡിതന്മാരുടെയും ഇമാമുമാരുടെയും ഖതീബുമാരുടെയും ഒക്കെ തലയിലാണ് ഇത് എത്തേണ്ടത്. ഈ സാമൂഹ്യ നന്മയ്ക്ക് കൂട്ടുനിൽക്കുന്ന ഒരു ചലനവും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല എന്നുള്ള. എങ്കിലേ ഈ സമൂഹത്തിൽ മാറ്റം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സമൂഹത്തിൽ മാറ്റം ഉണ്ടാക്കാൻ പറ്റണമെങ്കിൽ അതിനെ നയിക്കുന്ന ആളുകൾക്കാണ് യഥാർത്ഥത്തിൽ അതിനെക്കുറിച്ചുള്ള ശരിയായ ബോധവൽക്കരണം ഉണ്ടാകേണ്ടത്. അപ്പോൾ ബോധവൽക്കരണം നടത്തുമ്പോൾ അത്തരം ആളുകളെ പ്രത്യേകം ലക്ഷ്യം വെക്കണമെന്നും സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. വളരെ ഗൗരവമുള്ള വിഷയമാണ്. സമൂഹത്തിന് അത്യാവശ്യമുള്ള വിഷയമാണ്. കാലികമായ പ്രശ്നങ്ങൾ, നമ്മളെ വലട്ടുന്ന പ്രശ്നങ്ങൾ, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രശ്നങ്ങൾ, ഇതെല്ലാം ചർച്ച ചെയ്ത് കണ്ടെത്തി പരിഹരിച്ച് അള്ളാഹുമായി കൂടുതൽ അടുത്താലേ യഥാർത്ഥത്തിൽ നമ്മൾ സത്യവിശ്വാസത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിച്ച് വിജയത്തിൻ്റെ സോപാനത്തിൽ സ്വർഗത്തിലെത്തിച്ചേരാൻ പറ്റുകയുള്ളൂ. സ്വർഗത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് കിട്ടിയില്ലെങ്കിൽ വലിയ നഷ്ടമാണ്, ജീവിതം നഷ്ടമാണ്. ഖസ്റത്ത് ദുനിയ വൽ ആഖിറ. ഈ ദുനിയാവും നഷ്ടമാവും, ആഖിറവും നഷ്ടമാകും. അങ്ങനെയുള്ള ഹതഭാഗ്യരിൽ ഒരിക്കലും പെടാതിരിക്കാൻ സത്യവിശ്വാസത്തിൻ്റെ രാജപാതയിലൂടെ നീങ്ങി ജീവിത വിജയം വരിക്കാൻ കാരുണ്യവാനായ തമ്പുരാൻ നമുക്ക്
തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി ഹംദൻ കതീറൻ തയ്യിബൻ മുബാറകൻ യംബഗി ലിജലാലി വജ്ഹിഹി വഅളീമി സുൽത്താനിഹി സുബ്ഹാനക ലാ നസീദനാ കമാ സനൈത നഫ്സഹു ലകൽ ഹംദു ഹത്താ തർളാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അയ്യുഹൽ ഇഖ്വത്തുൽ അഹിബ്ബ ഊസികും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ആവർത്തിച്ച് അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷ്മതയോടെ പാലിച്ച് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു, അല്ലെങ്കിൽ വസിയത്ത് ചെയ്യുന്നു. ഇത് അല്ലാഹ് നിശ്ചയിച്ചതാണ്, നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് നന്മകളെ സംബന്ധിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയും തിന്മകളെ തിന്മകളാണ് എന്ന് ആവർത്തിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇതെല്ലാം പറയുമ്പോഴും നമ്മളുടെ ഇതിനോടുള്ള ആഭിമുഖ്യക്കുറവിൻ്റെ രോഗമെന്താണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു കടുത്ത വാചകങ്ങളിലാണ്. ബൽ തുഅ്സിറൂനൽ ഹയാത്തദ് ദുനിയ. നിങ്ങളുടെ പണം, സമ്പത്ത്, ആരോഗ്യം, ശക്തി അത് അല്ലാഹുവിൻ്റെ ദാനമാണ്. മനുഷ്യരെ നിങ്ങളത് പ്രയോജനപ്പെടുത്തി പരലോക വിജയം നേടുക, അതാണ് നിങ്ങൾക്കുത്തമം. അതിനുവേണ്ടിയാണ് നിങ്ങളെ ഇങ്ങോട്ട് അയച്ചിട്ടുള്ളത്. അതെല്ലാം ഇവിടെ വാരിക്കോരി വേണ്ട പോലെ വേണ്ടാടത്തും ഒക്കെ ചെലവഴിച്ച് നിങ്ങളെ നഷ്ടപ്പെടുത്തരുത് എന്നൊക്കെ പറഞ്ഞു തരുമ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള പ്രശ്നം ബൽ തുസിറൂനൽ ഹയാത്തുദ് ദുനിയ. നിങ്ങൾ ഐഹിക ജീവിതത്തിനാണ് പ്രാമുഖ്യം നൽകുന്നത്. നാം ഈ പറഞ്ഞു തരുന്ന സംഗതികളൊക്കെ നിങ്ങളുടെ പരലോക ജീവിത വിജയത്തിനും കൂടിയുള്ളതാണ്. പക്ഷേ നിങ്ങൾ ഐഹിക ജീവിതത്തിനാണ് പ്രാമുഖ്യം നൽകുന്നത്. നാലാളെ കയ്യടി വാങ്ങാൻ, നാട്ടാർ വലിയവനാണെന്ന് പറയാൻ, ആളുകൾ ബഹുമാനിക്കുമെന്ന ഇവൻ്റെ ഒരു വ്യാജമായ ചിന്താഗതി, ഇതിനൊക്കെ വേണ്ടിയാണ്, ഭൗതിക ജീവിതത്തിൻ്റെ പൊലിമയ്ക്ക് വേണ്ടിയാണ്, വർണ്ണത്തിന് വേണ്ടിയാണ്, ഔന്നത്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. പല സ്ഥലത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ദുന്യാവിലെ എല്ലാം പോയി നശിക്കും, ദുന്യാവിലെ എല്ലാ പൊങ്ങച്ചങ്ങളും പോയി നശിക്കും, ദുന്യാവിലെ എല്ലാ ആർഭാടങ്ങളും പോയി നശിക്കും, ദുന്യാവിലെ ജീവിതവും നശിക്കും. ഒടുവിൽ അവശേഷിക്കുന്നത് വൽ ബാഖിയാത്തു സ്വാലിഹാത്ത്, അവശേഷിക്കുന്നത് സൽക്കർമ്മങ്ങൾ, സത്യവിശ്വാസത്തോടെ അള്ളാഹുവിനെ മുൻനിർത്തി ചെയ്ത സൽക്കർമ്മങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. നിങ്ങൾ ഭൗതിക ജീവിതത്തിന് പ്രാമുഖ്യം നൽകുന്നു. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ. ഒന്ന് മനസ്സിലാക്കണം, വൽ ആഖിറതു ഖൈറുൻ വ അബ്ഖാ. ഈ പരലോകമാണ് ഇഹലോകത്തെക്കാൾ ഉത്തമം. പരലോകം എന്ന് പറയുമ്പോൾ ഏതോ ഒരു കാലത്ത് വരുന്ന ഒരു ആത്മീയമായ ഒരു ലോകമാണ് എന്നുള്ളതാണ് നമ്മുടെ ഇടയിലുള്ള ധാരണ. അല്ല, മരണം ഏത് സമയത്താണ് ആരെയാണ് പിടികൂടുന്നതെന്നറിയില്ല. മരണം ഹാജരായാൽ ഉടനെ പരലോകത്തേക്ക് പോവുകയാണ്. അവൻ ഈ ദുന്യാവിൽ ജീവിച്ചിരുന്ന സംഗതി ഉണ്ടല്ലോ, അതുപോലെ അവൻ്റെ പ്രവർത്തനത്തിൻ്റെ അനന്തരഫലം അവിടെ കാണും. ഇവിടെ നന്മയാണ് ചെയ്തിരുന്നതെങ്കിൽ, അള്ളാഹുവിൻ്റെ അടുത്താണ് നിന്നിരുന്നെങ്കിൽ അവൻ ഉത്തമമായ ജീവിതം അവിടെ കാണും. അതാണ് ഉത്തമം. ഖൈറും വഅബ്ഖാ, ബെറ്റർ ആൻഡ് ഡ്യൂറബിൾ എന്നാണ് ഇംഗ്ലീഷ് പറയാം. അത് പറയുമ്പോഴേ ശരിക്കും അതിൻ്റെ ആ വാക്കിൻ്റെ അർത്ഥം ശരിക്കും എന്നും നിലനിൽക്കുന്നത്, ഇതിനേക്കാൾ സ്ഥായിയായി, ഇതിനേക്കാൾ ദീർഘകാലം നിലനിൽക്കുന്നത്. അവിടെ കാലത്തിന് കണക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ പരലോകത്ത് വിജയിക്കുക എന്ന ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യം ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ അള്ളാഹുവിനെ സംബന്ധിച്ച സൂക്ഷ്മത ഉണ്ടാവും, ഖുശൂ ഉണ്ടാവും. അപ്പോൾ ജീവിതത്തിൻ്റെ ഇടപാടുകളിൽ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത മാർഗങ്ങളിലൂടെ പോകാൻ അവന് മനസ്സുണ്ടാവില്ല. അവിടെയാണ് രോഗം. ഇതാണ് എന്നുള്ള പറഞ്ഞു. നിങ്ങളെല്ലാം ഭൗതിക പൂജകന്മാരാണ്. പച്ചയിൽ നിങ്ങളുടെ ചിന്ത
ഈ ലോകത്ത് ആളാവലാണ്, പൊങ്ങച്ചം കാണിച്ച് നടക്കലാണ്. മറ്റുള്ളവൻ്റെ മുന്നിൽ ഞാൻ വലിയവനാണ് എന്ന് സ്വയം ധരിച്ച് ഇങ്ങനെ നെളിഞ്ഞു നടക്കാനുള്ള ഉദ്ദേശമാണ്. അതുകൊണ്ടാണ് ഈ തോന്നിയാസങ്ങളൊക്കെ കാണിക്കുന്നത്. അതങ്ങ് മാറ്റികളെ, മാറ്റിയേ പറ്റൂ. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ. ഇന്ന് പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ചെവിയിലും ഹൃദയത്തിലും മസ്തിഷ്കത്തിലും മുഴങ്ങേണ്ടത് ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ എന്ന് പറഞ്ഞ ആ ഗ്രൂപ്പിൽ ഞാൻ പെടുന്നുണ്ടോ? അല്ലാഹ് ഗ്രൂപ്പ് തിരിച്ച് പറഞ്ഞ ആ ഗ്രൂപ്പിൽ ഞാൻ പെടുന്നുണ്ടോ? എങ്കിൽ അസ്തഗ്ഫിറുല്ലാഹുൽ അലീം, പടച്ചവനെ എന്നെ നേരായ മാർഗത്തിലേക്ക് നയിക്കണേ എന്ന് പറയുന്നൊരു മനസ്സുണ്ടാവണം. വൽ ആഖിറത്തു ഖൈറും വ അബ്ഖാ. പരലോകമാണ് ശാശ്വതമായി നിലനിൽക്കുന്നത്. അതിലാണ് യഥാർത്ഥത്തിൽ ജീവിത വിജയമുള്ള. ഇൻ ഹാദാ ലഫി സുഹഫിൽ ഉലാ, കൂട്ടത്തിൽ പിൻകുറിയായി പറഞ്ഞു തരുന്ന കാര്യം ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുള്ള ജനതയ്ക്കും അതിനുശേഷമുള്ള ആളുകൾക്കും പുതുതായി നാം പറഞ്ഞു കൊടുത്തൊരു സംഗതിയല്ല. ഇത് മൂസക്കും ഇബ്രാഹിമിനും അതുപോലുള്ള മുൻകാല പ്രവാചകന്മാർക്ക്, 1-2 പ്രവാചകന്മാരുടെ പേര് അവിടെ എടുത്തു പറഞ്ഞുള്ളൂ. അവർക്കുള്ള അതേ നിർദ്ദേശം തന്നെയാണ്, അവർക്ക് ജീവിത വിജയത്തിന് നൽകിയ അതേ നിർദ്ദേശം തന്നെയാണ്, മനുഷ്യ സമൂഹത്തിന് ജീവിത വിജയത്തിന് നൽകിയ അതേ നിർദ്ദേശം തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. ഭൗതികമായ മാനദണ്ഡങ്ങൾ വെച്ച് നോക്കിയാൽ, ഭൗതികതയുടെ കണ്ണുകൊണ്ട് നോക്കിയാൽ പണവും പത്രാസുമൊക്കെ വലിയ വലിപ്പവും വണ്ണവുമുള്ളതായി നമുക്ക് തോന്നും. അള്ളാഹു നൽകിയ മാനദണ്ഡങ്ങൾ വെച്ച് നോക്കിയാൽ അത് അതീവ നിസ്സാരമായി നമുക്ക് അനുഭവപ്പെടും. അപ്പം നമ്മുടെ ചിന്താഗതി, നമ്മുടെ മാനദണ്ഡം, ഓരോ വിഷയത്തിലും നാം ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുവിൻ്റെ മാനദണ്ഡമാണ്. അള്ളാഹുവിനെയാണ് ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ അള്ളാഹുവിനെ ശ്രദ്ധിക്കുന്ന ഒരു ജനതയുടെ കൂട്ടത്തിൽ ചേർന്ന് ജീവിത വിജയം വരിക്കാൻ കാരുണ്യവാനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. اللهم ارض عن ابو بكر وعمر وعثمان وعلي بقيه اصحاب رسول الله اجمعين. കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ വൻപാപങ്ങളും ചെറുപാപങ്ങളും നീ പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്കും സഹോദരങ്ങൾക്കും ഭാര്യസന്താനങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നാട്ടാർക്കും മുഴുവൻ സത്യവിശ്വാസികൾക്കും ബന്ധുമിത്രാദികൾക്കും മുൻകാല സത്യവിശ്വാസികൾക്കും നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് മുന്നേ നിന്നിലെത്തിയ ആൾക്കാരുടെ ഖബറിടങ്ങളെ സ്വർഗ പൂങ്കാവനങ്ങളുള്ള പൂങ്കാവനങ്ങളാക്കി മാറ്റണേ തമ്പുരാനെ. റഹ്മാനായ തമ്പുരാനെ, അകലങ്ങളിലുള്ള ഞങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ടതും അല്ലാത്തതുമായ ആളുകൾക്ക് ഹിദായത്തും തഖ്വയും ഇസ്തിഖാമത്തുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. നാഥ, നിൻ്റെ നിർദ്ദേശങ്ങൾ ശരിയാവണ്ണം മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി ശാന്തമായ ഒരു ഇസ്ലാമിക ജീവിതം നയിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് തരണേ തമ്പുരാനെ. അനാവശ്യങ്ങളിൽ പെട്ടുപോകാതിരിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, അതുമായി ബന്ധപ്പെട്ട് എല്ലാത്തരം അനാവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് ചെയ്തു പോയ എല്ലാ തെറ്റുകളും നീ പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. ഇനി അത്തരം കാര്യങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാനുള്ള ഒരു തടവ്, ഒരു തൗഫീഖ് നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ദീൻ യഥാവിധം ഉൾക്കൊള്ളാനും അത് ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നീ മാറ്റിത്തരണേ തമ്പുരാനെ. ഞങ്ങളുടെ കടങ്ങളെല്ലാം നീ വീട്ടിത്തരണേ തമ്പുരാനെ. ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളെല്ലാം ലഘൂകരിച്ചു തരണേ തമ്പുരാനെ. ഞങ്ങളുടെ രോഗങ്ങളെല്ലാം നീ ശിഫയാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളിലുള്ള രോഗികളായ ആളുകൾ, ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആളുകൾ, അവരുടെ രോഗങ്ങളെല്ലാം നീ ശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ. അവർക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് ആശ്വാസവും സമാധാനം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ കുറവുകൾ നീ പരിഹരിച്ചു തരണേ തമ്പുരാനെ. അല്ലാഹുവേ, മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടാതെ സ്വന്തമായ ആശ്രയത്തിൽ ജീവിക്കാൻ നീ തൗഫീഖ് അനുഗ്രഹിക്കണേ നാഥ. ഞങ്ങളുടെ ഹലാലായ എല്ലാ ഉദ്ദേശങ്ങളും നീ നിറവേറ്റി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ സ്വീകരിക്കണേ തമ്പുരാനെ. പ്രാർത്ഥന നിരതമായ ഒരു മനസ്സ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. നാഥ, ഈ പ്രാർത്ഥന നീ തട്ടിക്കളയല്ല തമ്പുരാനെ. നീയല്ലാതെ മറ്റൊരിലാഹിൻ്റെ മുന്നിൽ ഞങ്ങൾക്ക് പറയാനില്ല തമ്പുരാനെ. നീ തട്ടിയാൽ ഞങ്ങൾ നിർഭാഗ്യവാന്മാരായി പോകും. ഒരിക്കലും നീ തട്ടില്ലെന്ന മഹത്തായ പ്രതീക്ഷയോടുകൂടി നിൻ്റെ മുന്നിൽ ഞങ്ങളിതാ കേണപേക്ഷിക്കുന്നു നാഥ. ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ചുത്തരം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. എന്നും എപ്പോഴും സത്യവിശ്വാസത്തിൻ്റെ പാതയിൽ വിജയികളുടെ കൂട്ടത്തിൽ നിർത്തി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ആശ്വാസകരമായ ഒരു മരണം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ.
അള്ളാഹുവെ ഖബറുടെ ജീവിതം പ്രകാശപൂരിതമാക്കി തരണേ തമ്പുരാനെ. അള്ളാഹുവെ മഹ്ശറിൽ നീ ഞങ്ങളെ സഹായിക്കണേ തമ്പുരാനെ. നരക ശിക്ഷയിൽ നീ കാക്കണേ തമ്പുരാനെ. സ്വർഗത്തിൽ ഫിർദൗസിൽ നിന്റെ ലിഖാ നൽകി അനുഗ്രഹിക്കണേ നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اعز الاسلام والمسلمين. اللهم اعز الاسلام والمسلمين. اللهم اعز الاسلام والمسلمين. اللهم انصر اعمال المجاهدين في كل اماكن الارض يا ارحم الراحمين. ربنا تقبل منا دعانا وتب علينا انك انت التواب الرحيم. واخر دعوانا ان الحمد لله رب العالمين.